ചോദ്യം 11. ആരാണ് റൂത്തിനോട് വലിയ ദയ കാണിക്കുന്നത്? ഓപ്ഷൻസ്: എ കർത്താവ്, ബി നവോമി, സി ബോവാസ്, ഡി ഭൃത്യൻ. ഉത്തരം സി ബോവാസ്. ചോദ്യം 12. വിട്ടുപോയത് പൂരിപ്പിക്കുക. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ഡാഷ് ഒരുവളല്ല. ഓപ്ഷൻസ്: എ പുത്രികളിൽ, ബി ബന്ധുവിൽ, സി അടിമമാരിൽ, ഡി ദാസിമാരിൽ. ഉത്തരം ഡി ദാസിമാരിൽ. ചോദ്യം 13. എന്തിൽ മുക്കി അപ്പം ഭക്ഷിക്കാനാണ് റൂത്തിനോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ കൈപ്പുനീരിൽ, ബി വീഞ്ഞിൽ, സി തേനിൽ, ഡി വെള്ളത്തിൽ. ഉത്തരം ബി വീഞ്ഞിൽ. ചോദ്യം 14. കാലാ പെറുക്കിയപ്പോൾ റൂത്തിന് എത്ര ബാർലി കിട്ടി? ഓപ്ഷൻസ്: എ 1 ഏഫ, ബി 2 ഏഫ, സി 3 ഏഫ, ഡി 4 ഏഫ. ഉത്തരം എ 1 ഏഫ. ചോദ്യം 15. കിട്ടിയ ബാർലി കൊണ്ട് റൂത്ത് എവിടേക്കാണ് പോയത്? ഓപ്ഷൻസ്: എ വീട്ടിലേക്ക്, ബി നഗരത്തിലേക്ക്, സി വയലിലേക്ക്, ഡി ദേവാലയത്തിലേക്ക്. ഉത്തരം ബി നഗരത്തിലേക്ക്. ചോദ്യം 16. ആരോട് കൂടെയാണ് ഞാൻ ഇന്ന് ജോലി ചെയ്തതെന്നാണ് റൂത്ത് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ബോവാസിനോട് കൂടെ, ബി നവോമിയോട് കൂടെ, സി ദാസിമാരോട് കൂടെ, ഡി ഭൃത്യന്മാരോട് കൂടെ. ഉത്തരം എ ബോവാസിനോട് കൂടെ. ചോദ്യം 17. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്നത് ആര്? ഓപ്ഷൻസ്: എ ബോവാസ്, ബി കർത്താവ്, സി നവോമി, ഡി റൂത്ത്. ഉത്തരം ബി കർത്താവ്. ചോദ്യം 18. വിട്ടുപോയത് പൂരിപ്പിക്കുക. അവൻ നമ്മുടെ ഡാഷ് ഉറ്റബന്ധു. ഓപ്ഷൻസ്: എ ബന്ധുവാണ്, ബി പരിചിതൻ, സി സഹോദരൻ, ഡി മിത്രമാണ്. ഉത്തരം എ ബന്ധുവാണ്. ചോദ്യം 19. കൊയ്ത്ത് തീരുവോളം ആരുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് റൂത്തിനോട് ബോവാസ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ദാസിമാരുടെ കൂടെ, ബി വേലക്കാരോട് കൂടെ, സി ഭൃത്യന്മാരുടെ കൂടെ, ഡി ബോവാസിന്റെ കൂടെ. ഉത്തരം ബി വേലക്കാരോട് കൂടെ. ചോദ്യം 20. എവിടെ പോയാലാണ് ശല്യം ഏൽക്കാനിടയുള്ളത്? ഓപ്ഷൻസ്: എ അന്യദേശത്ത്, ബി മറ്റ് വയലുകളിൽ, സി മറ്റ് സ്ഥലങ്ങളിൽ, ഡി വിജാതീയരുടെ വയലുകളിൽ. ഉത്തരം ബി മറ്റു വയലുകളിൽ.